ഹലോ, 1 കൊരിന്ത്യർ 13:7 നോക്കാം. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. എല്ലാം പൊറുക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ക്ഷമിക്കുന്നു. നമ്മുടെ നേരെ ആരെന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്നു. അത് കുടുംബത്തിനുള്ളിലാണ് സാധാരണ കൂടുതൽ കണ്ടുവരുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യമോ പിണക്കോ വന്നു കഴിഞ്ഞാൽ എല്ലാം പൊറുക്കുന്നു. ചില കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യവും പൊറുക്കുന്നു. എല്ലാം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മൾ പറ്റിക്കുന്നത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചതിക്കുന്നവരെയോ നമ്മളെ കബളിപ്പിക്കുന്നവരെയോ വിശ്വസിക്കാനല്ല ഇവിടെ പറയുന്നത്. നമ്മൾ സ്നേഹത്തോടെ ഒരാളോട് പെരുമാറുമ്പോൾ അയാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ അവിശ്വാസത്തോടെ ഒരു കാര്യം അപ്രോച്ച് ചെയ്യരുത്. ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ അവരെ വിശ്വസിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. അല്ല നമ്മളെ എപ്പോഴും പറ്റിക്കുന്ന ഒരാളെ വിശ്വസിക്കണം എന്നല്ല ഇവിടെ പറയുന്നത്. നമ്മൾ സ്നേഹത്തോടെ ഒരാളെടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെയും വിശ്വസിക്കണം, അവർക്ക് നമ്മളെയും വിശ്വസിക്കാൻ സാധിക്കണം. അത് അടുത്ത പാർട്ടിലോട്ടും കൂടെ ജോയിൻ ചെയ്യുന്നത്. എല്ലാത്തിനും പ്രത്യാശ ഉണ്ട് എല്ലാവർക്കും. അപ്പൊ ആ പ്രത്യാശയിലൂടെ നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുന്നത്, വിശ്വസിക്കുന്നത്, നമ്മൾ പറയുന്ന കേൾക്കും എന്നുള്ള വിശ്വാസം. അതായത് നമ്മള് തിന്മയല്ല, എല്ലാത്തിനും നന്മ ഉണ്ട് എന്ന വിശ്വാസം. പ്രത്യാശ എന്ന് പറയുന്നത് ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്, ഹോപ്പിംഗ് ഫോർ ഗുഡ് തിങ്സ്, ഹോപ്പിംഗ് ഫോർ ബാഡ് തിങ്സ് അല്ല, ഹോപ്പിംഗ് ഫോർ ഗുഡ് തിങ്സ്. എല്ലാം സഹിക്കുന്നു. നമ്മുടെ നേരെയുള്ള ക്രൂരതകളോ, നമ്മുടെ നേരെയുള്ള തെറ്റുകുറ്റങ്ങളോ, നമ്മുടെ നേരെയുള്ള അനീതിയോ എന്തൊക്കെ വന്നാലും നമ്മൾ സഹിക്കുന്നു. അതിന് തക്കവണ്ണം നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല. കാരണം വചനം പറയുന്നത് നമ്മളെ ദ്രോഹിക്കുന്നവരുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ തന്നെ സ്നേഹിക്കാനല്ലേ? ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്ന ദൈവം നമ്മുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കണ്ട എന്നാണോ പറയുന്നത്? അല്ലല്ലോ. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം. നമ്മൾ ഇതുവരെയും പഠിച്ച പല അട്രിബ്യൂട്ട്സ്, അതായത് സ്നേഹം എന്താണ് എന്ന് പൗലോസ് ഇവിടെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പുള്ള 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പൊ വീണ്ടും അടുത്ത ലെസണിൽ കാണാം. ബൈ.